നമസ്കാരം. ഓൺ എയർ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഭരണഘടനയുടെ 75ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിലെ സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിസംബോധന ചെയ്തു. രാജ്യത്തെ ഏറ്റവും പവിത്രമായ ഗ്രന്ഥമാണ് ഭരണഘടനയെന്നും ഭരണഘടന സാമൂഹിക രാഷ്ട്രീയ മേഖലകളുടെ ആധാരശിലയാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഭരണഘടന നൽകുന്ന സുരക്ഷിതത്വം താഴെത്തട്ടിൽ വരെ ഉറപ്പുവരുത്തുന്നുവെന്നും വസുധൈവ കുടുംബകം എന്ന ആശയത്തെ മുറുകെ പിടിക്കുന്നുവെന്നും ലോക്സഭാ സ്പീക്കറും പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയുടെ 75ാം വാർഷികത്തിന്റെ സ്മാരക നാണയവും സ്റ്റാമ്പും രാഷ്ട്രപതി പുറത്തിറക്കി. സംയുക്ത സമ്മേളനത്തിൽ ഇന്ത്യ സഖ്യവും പങ്കെടുത്തു. ഭരണഘടനാ വാർഷികാഘോഷത്തിന് ശേഷം ഇരു സഭകളും പിരിഞ്ഞു. വൈകുന്നേരം 4 മണിക്ക് സുപ്രീം കോടതിയിൽ നടന്ന ഭരണഘടനാ ദിനാഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയായി. ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾക്കായി കേരളത്തിന് 72 കോടി രൂപ കേന്ദ്രം അനുവദിച്ചു. അമിത്ഷാ ചെയർമാനായിട്ടുള്ള ഉന്നതാധികാര സമിതിയുടേതാണ് തീരുമാനം. വിവിധ സംസ്ഥാനങ്ങൾക്കായി 1115.67 കോടി രൂപയാണ് കേന്ദ്രം അനുവദിച്ചത്. ഉത്തരാഖണ്ഡിനും ഹിമാചൽ പ്രദേശിനും 139 കോടി രൂപ വീതവും, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് 378 കോടി രൂപയും, മഹാരാഷ്ട്രയ്ക്ക് 100 കോടി രൂപയുമാണ് അനുവദിച്ചത്. കർണാടകത്തിനും കേരളത്തിനും 72 കോടി രൂപ വീതവും, തമിഴ്നാടിനും പശ്ചിമ ബംഗാളിനും 50 കോടി രൂപ വീതവും അനുവദിച്ചു. താൻ ഒരു കരാറും ആരെയും ഏൽപ്പിച്ചിട്ടില്ലെന്നും ഒരു കോപ്പിയും ആർക്കും നൽകിയിട്ടില്ലെന്നും CPM നേതാവ് EP ജയരാജൻ ആത്മകഥാ വിവാദത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണ പ്രസാധകന്മാർ പാലിക്കേണ്ട ഒരുപാട് നടപടിക്രമങ്ങളുണ്ടെന്നും ഇതിലൊരു നടപടിയും DC ബുക്സ് സ്വീകരിച്ചിട്ടില്ലെന്നും പുസ്തകത്തിന്റെ പ്രകാശനം DCയുടെ ഫേസ്ബുക്കിൽ വന്നത് താൻ അറിയാതെയാണെന്നും ഇതിൽ ഗൂഢാലോചനയുണ്ടെന്നും EP ജയരാജൻ പറഞ്ഞു. പൂരം അലങ്കോലപ്പെടുത്തിയത് പോലീസ് എന്ന് ആവർത്തിച്ച് തിരുവമ്പാടി ദേവസ്വം. ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പോലീസിന്റെ ഇടപെടലും വീഴ്ചകളും തിരുവമ്പാടി ദേവസ്വം ഉന്നയിച്ചു. പൂരം എഴുന്നള്ളിപ്പിൽ പോലീസ് ഇടപെട്ടുവെന്നും സ്വരാജ് റൗണ്ടിലെ എല്ലാ വഴികളും പോലീസ് ബ്ലോക്ക് ചെയ്തുവെന്നും പൊതുജനത്തിന് എഴുന്നള്ളിപ്പ് കാണാനുള്ള അവസരം നിഷേധിച്ചുവെന്നും വിമർശനമുണ്ട്. കൂടാതെ പോലീസ് ബൂട്ടിട്ട് ക്ഷേത്ര പരിസരത്ത് കയറിയെന്നും തിരുവമ്പാടി ദേവസ്വം സത്യവാങ്മൂലത്തിൽ വിമർശിക്കുന്നു. കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേരള ബാങ്ക് ജീവനക്കാർ നവംബർ 28, 29, 30 തീയതികളിൽ സംസ്ഥാന വ്യാപകമായി പണിമുടക്കും. ജീവനക്കാരുടെ കുടിശ്ശികയായ 39% ക്ഷാമബത്ത അനുവദിക്കുക, കാലാവധി കഴിഞ്ഞ് 3 വർഷമായ ശമ്പള പരിഷ്കരണത്തിന് കമ്മിറ്റിയെ നിയമിക്കുക, ബാങ്കിലെ 2000-ഓളം ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യുക, മലപ്പുറം ജില്ലയിലെ ജീവനക്കാരുടെ 3 വർഷമായി തടഞ്ഞുവെച്ച പ്രമോഷനുകൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളിൽ സർക്കാരും സഹകരണ മന്ത്രിയും കേരള ബാങ്ക് മാനേജ്മെന്റും സ്വീകരിക്കുന്ന നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. BJP നേതാക്കൾക്കെതിരെ കോഴിക്കോട് പോസ്റ്റർ. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ K സുരേന്ദ്രൻ, V മുരളീധരൻ, P രഘുനാഥ് എന്നിവർക്കെതിരെയാണ് പോസ്റ്റർ. ഇവർ BJPയിലെ കുറുവാ സംഘമാണെന്നും ഇവരെ പുറത്താക്കി BJPയെ രക്ഷിക്കൂ എന്നുമാണ് പോസ്റ്ററിലുള്ളത്. സേവ് BJP എന്ന പേരിലാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ പാലക്കാട് BJP കൗൺസിലർമാർ നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയതിന് പിന്നാലെ പരസ്യ പ്രതികരണം വിലക്കി സംസ്ഥാന നേതൃത്വം. ഇനി മാധ്യമങ്ങൾക്ക് മുന്നിൽ കൗൺസിലർമാർ പ്രതികരിക്കേണ്ടതില്ലെന്നാണ് നിർദ്ദേശം. നഗരസഭ അധ്യക്ഷ പ്രമീള ശശിധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കാണ് ഇതു സംബന്ധിച്ച നിർദ്ദേശം സംസ്ഥാന നേതൃത്വം നൽകിയത്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ തെളിവുകൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബം കോടതിയിൽ. ജില്ലാ കളക്ടറുടെയും പമ്പിന് അനുമതി തേടിയ പ്രശാന്തിന്റെയും ഫോൺ കോൾ വിവരങ്ങളും ഫോൺ ലൊക്കേഷൻ വിവരങ്ങളും സംരക്ഷിക്കണമെന്നാണ് ആവശ്യം. അന്വേഷണം തടസ്സപ്പെടുത്തുകയല്ല ഉദ്ദേശമെന്നും അന്വേഷണത്തിന് ഉപകാരപ്പെടും വിധം തെളിവുകൾ സംരക്ഷിക്കണമെന്നും കുടുംബത്തിന്റെ അഭിഭാഷകൻ തലശ്ശേരി കോടതിയിൽ വ്യക്തമാക്കി. ശബരിമല 18ാം പടിയിലെ പോലീസുകാരുടെ ഫോട്ടോഷൂട്ട് വിവാദമാകുന്നു. സന്നിധാനം സ്പെഷ്യൽ ഓഫീസറോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ADGP. ഡ്യൂട്ടിക്ക് ശേഷം ആദ്യ ബാച്ചിലെ പോലീസുകാരാണ് 18ാം പടിയിൽ നിന്ന് ഫോട്ടോഷൂട്ട് എടുത്തത്. ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം പ്രചരിച്ചതോടെ വിവാദമാവുകയായിരുന്നു. തുടർന്നാണ് ADGP റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശബരിമലയിലെത്തുന്ന ഭക്തരിൽ നിന്ന് അനധികൃതമായി വില ഈടാക്കുന്ന കടകൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ഹൈക്കോടതി. ശബരിമല തീർത്ഥാടനത്തിലെ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. തിരുവനന്തപുരം മാറനെല്ലൂർ അങ്കണവാടിയിലെ ജനലിൽ നിന്ന് വീണ് 3 വയസ്സുകാരിക്ക് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിൽ അങ്കണവാടിയിലെ ടീച്ചർക്കും ഹെൽപ്പർക്കുമെതിരെ പോലീസ് കേസെടുത്തു. മാറനെല്ലൂരിൽ അങ്കണവാടിയിലെ ടീച്ചർ ശുഭലക്ഷ്മി, ഹെൽപ്പർ ലത എന്നിവർക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് മാറനെല്ലൂർ പോലീസ് കേസെടുത്തത്. 75 JJ ആക്ട് പ്രകാരമാണ് കേസെടുത്തത്.
വിദഗ്ധ ഉപദേശം തേടിയ ശേഷമാണ് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. കഴിഞ്ഞ ദിവസം ഇരുവരെയും വനിതാ ശിശു വികസന ഓഫീസർ വകുപ്പ് തല നടപടിയുടെ ഭാഗമായി സസ്പെൻഡ് ചെയ്തിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് നടപടി. അതേസമയം സംഭവത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് കുട്ടിയുടെ അച്ഛൻ രതീഷ് ഇന്നലെ വ്യക്തമാക്കിയത്. അങ്കണവാടി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ചയുണ്ടായി. പ്രാഥമിക ശുശ്രൂഷ പോലും നൽകുന്നതിൽ പരാജയപ്പെട്ടുവെന്നും രതീഷ് പറഞ്ഞു. കുഞ്ഞിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും രതീഷ് കൂട്ടിച്ചേർത്തു. മാറനല്ലൂർ സ്വദേശികളായ രതീഷ് സിന്ധു ദമ്പതികളുടെ മകൾ വൈഗയ്ക്കാണ് അങ്കണവാടിയിൽ വീണ് ഗുരുതര പരിക്കേറ്റത്. കുഞ്ഞിന് സ്പൈനൽ കോഡിന് ഗുരുതര പരിക്കേറ്റിട്ടുണ്ടെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. തലയിൽ ആന്തരിക രക്തസ്രാവവും ഉണ്ടായിരുന്നു. നിലവിൽ SAT ആശുപത്രിയിൽ ചികിത്സയിലാണ് വൈഗ. മലപ്പുറം ജില്ലയിലെ മലയോര ഗ്രാമങ്ങളിൽ കാട്ടാനകളുടെ വിളയാട്ടം കൊണ്ട് പൊറുതിമുട്ടി കർഷകർ. മൂത്തേടം പഞ്ചായത്തിലാണ് കാട്ടാനകൾ തമ്പടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി നാരങ്ങാമൂലയിലും കൽക്കുളം തീക്കടിയിലുമാണ് കാട്ടാന നാശം വിതച്ചത്. ഒറ്റയ്ക്കും കൂട്ടമായും എത്തുന്ന കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. KSRTC ബസ്സിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വീണ സ്ത്രീ മരിച്ചു. ഇടുക്കി ഏലപ്പാറ ഏറമ്പടത്താണ് ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ നിന്നും തെറിച്ചു വീണ് ഉപ്പുതറ ചീന്തലാർ സ്വദേശിനി സ്വർണ്ണമ്മ മരിച്ചത്. മലയോര ഹൈവേയിൽ കട്ടപ്പന കുട്ടിക്കാനം റൂട്ടിൽ ചിന്നാർ 4-ാം മൈലിൽ വെച്ചായിരുന്നു സംഭവം. തമിഴ്നാട്ടിൽ മഴ കനക്കുന്നു. ചെന്നൈ അടക്കം സംസ്ഥാനത്തെ 16 ജില്ലകളിലും പുതുച്ചേരിയിലും കാരയ്ക്കലിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മഴയെ തുടർന്ന് മയിലാടുതുറ, നാഗപട്ടണം, തിരുവാരൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരുന്നു. മയിലാടുതുറ അടക്കമുള്ള മേഖലകളിൽ കടൽ പ്രക്ഷുബ്ധമായതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു. അദാനിയുമായി ഉണ്ടാക്കിയ എല്ലാ ഊർജ്ജ വിതരണ കരാറുകളും ആന്ധ്ര സർക്കാർ റദ്ദാക്കിയേക്കും. അദാനി ഗ്രൂപ്പ് ഉണ്ടാക്കിയ ഊർജ്ജ വിതരണ കരാറുകൾ ചന്ദ്രബാബു നായിഡു സർക്കാർ പുനഃപരിശോധിക്കും. കരാറിന് അടിസ്ഥാനമായ എല്ലാ ഫയലുകളും വിളിച്ചുവരുത്തി പരിശോധിക്കുമെന്ന് ധനമന്ത്രി പയ്യാവുല കേശവ് പറഞ്ഞു. ദക്ഷിണ ബെയ്റൂത്തിൽ ഇസ്രയേൽ ശക്തമായ വ്യോമാക്രമണം നടത്തിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 31 പേർ കൊല്ലപ്പെട്ടതായി ലെബനനീസ് ആരോഗ്യ മന്ത്രാലയം ഉദ്യോഗസ്ഥർ അറിയിച്ചു. ദക്ഷിണ ബെയ്റൂത്തിലും പരിസര പ്രദേശത്തും 25 സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇസ്രയേൽ സൈന്യം പുറത്തിറക്കിയ പ്രസ്താവനയിലും അറിയിച്ചിരുന്നു. ഹിസ്ബുല്ല കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രയേലിന്റെ അവകാശവാദം. ഹിസ്ബുല്ലയുമായി 60 ദിവസത്തെ വെടിനിർത്തലിന് ഒരുങ്ങി ഇസ്രയേൽ. വെടിനിർത്തലിന് ഇരുകൂട്ടരും തയ്യാറായതായാണ് റിപ്പോർട്ട്. ലെബനനിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിന്മാറുമെന്നും ഇസ്രയേൽ അതിർത്തിയോട് ചേർന്ന തെക്കൻ ലെബനനിലെ 30 കിലോമീറ്റർ മേഖലയിൽ നിന്ന് ഹിസ്ബുല്ലയും പിന്മാറും എന്നിവയാണ് കരാറിലെ മുഖ്യ നിബന്ധനകൾ. അമേരിക്കയുടെ മധ്യസ്ഥതയിലാണ് കരാർ. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ ഇടിവ് തുടരുന്നതിനിടെ ഒരു UAE ദിർഹത്തിന് മൂല്യം 23 രൂപ വരെയായി. തിങ്കളാഴ്ച വൈകിട്ട് വരെയുള്ള കണക്കാണിത്. ഇതേ തുടർന്ന് വൻതോതിലാണ് വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പ്രവാസികൾ നാട്ടിലേക്ക് പണമയക്കുന്നത്. UAEയിൽ ഓൺലൈൻ എക്സ്ചേഞ്ച് സേവനങ്ങൾ നൽകുന്ന ബോട്ടിം ആപ്പിൽ വിനിമയ നിരക്ക് ഒരു ദിർഹത്തിന് 24 രൂപ വരെ എത്തി. കഴിഞ്ഞ 7-ാം തീയതിക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത്. അമേരിക്കൻ ഡോളറിനെതിരെ 84.4 എന്ന നിലയിൽ ഇന്ത്യൻ രൂപയുടെ വിനിമയ മൂല്യം ഇടിഞ്ഞതോടെ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് കോളടിച്ചിരിക്കുകയാണ്. ഈ വിനിമയ നിരക്ക് പ്രയോജനപ്പെടുത്തി പ്രവാസികൾ നാട്ടിലേക്ക് പണമയച്ചതോടെ ഇന്ത്യയിലേക്ക് കോടികളാണ് എത്തിയത്. UAE ദിർഹം കൂടാതെ മറ്റ് ഗൾഫ് കറൻസികൾക്കെതിരെയും രൂപയുടെ മൂല്യത്തിൽ ഇടിവ് വന്നിട്ടുണ്ട്. IPL താരലേലത്തിൽ ചരിത്രം കുറിച്ച കൗമാരതാരം വൈഭവ് സൂര്യവംശി. ഒരു ടീം എടുക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്ന റെക്കോർഡ് ഇനി വൈഭവിന്റെ പേരിലാവും. വാശിയേറിയ ലേലം വിളിക്കൊടുവിൽ 1.1 കോടി നൽകിയാണ് രാജസ്ഥാൻ റോയൽസ് താരത്തെ ടീമിലെത്തിച്ചത്. 30 ലക്ഷം രൂപ അടിസ്ഥാന വിലയുണ്ടായിരുന്ന വൈഭവിനെ ഡൽഹി ക്യാപിറ്റൽസ് സ്വന്തമാക്കാൻ ശ്രമിച്ചെങ്കിലും വിട്ടുകൊടുക്കാൻ റോയൽസ് തയ്യാറായില്ല. രാജസ്ഥാനും ഡൽഹിയും മാത്രമാണ് വൈഭവിനായി രംഗത്തെത്തിയത്. രഞ്ജിയിൽ ബീഹാറിനായി അരങ്ങേറ്റം കുറിക്കുമ്പോൾ 12 വയസ്സും 284 ദിവസവും മാത്രമായിരുന്നു പ്രായം.